ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ നേവിയിലേക്ക് നിങ്ങൾക്ക് ഓഫീസർ ആകാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുമായിട്ടാണ്. നിങ്ങളും ഇന്ത്യൻ നേവിയിൽ ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക. A to Z നോട്ടിഫിക്കേഷൻ ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, ഏജ് ലിമിറ്റ് എത്രയാണ്, ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണോ പെർമനന്റ് കമ്മീഷൻ ആണോ എന്നതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക. അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. നിങ്ങളും ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സും മറ്റ് ഇൻഫോർമേറ്റീവ് കാര്യങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ ഇവിടെ ഈ കാണുന്നത് ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആണ്. സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഇത് പെർമനന്റ് കമ്മീഷൻ അല്ല, ഇത് ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ്. ഷോർട്ട് സർവീസ് കമ്മീഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്കായിരിക്കും നിങ്ങൾ എന്താണ് സർവീസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അത് 10 ഇയേഴ്സ് ആയിരിക്കും, 12 ഇയർ ആയിരിക്കും, 14 ഇയേഴ്സ് ആയിരിക്കും. ഈ ഒരു വീഡിയോ അവസാനം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഷോർട്ട് സർവീസ് കമ്മീഷൻ ആണ്. ഇത് ഇന്ത്യൻ നേവിയിലേക്ക് നിങ്ങളും ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഫോം ഫിൽ ചെയ്യാനുള്ള സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആഗസ്റ്റ് 2 ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ആഗസ്റ്റ് 16 ആണ്. നിങ്ങളും ഫോം ഫിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം. പിന്നെ അൺമാരീഡ് ആയിട്ടുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് നടക്കാൻ പോകുന്നത് നേവൽ അക്കാഡമി ഏഴുമലയിലാണ്. അതായത് കേരളത്തിലാണ് ഇതിന്റെ ട്രെയിനിങ് നടക്കാൻ പോകുന്നത്, നേവൽ അക്കാഡമിയിൽ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഏജ് ലിമിറ്റ്. നിങ്ങളുടെ ഏജ് 2 ജനുവരി 2000-നും 1 ജൂലൈ 2005-നും ഇടയിൽ ജനിച്ച കേഡറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഏജ് ലിമിറ്റ് ചെക്ക് ചെയ്യുക. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഞാൻ പറയുന്നതായിരിക്കും. അതിനു മുമ്പ് ഞാൻ വേക്കൻസിയുടെ കാര്യം പറയാം. വേക്കൻസി 18 ആണ്. ഇത് 18 എന്ന് കാണുമ്പോൾ പല കുട്ടികളും മനസ്സിൽ എന്താണ് ഒരു ഡൗട്ട് തോന്നും, വേക്കൻസി ഇത്രയേ ഉള്ളൂ എന്ന്. കുട്ടികൾ, ഇത് ഓഫീസർ പോസ്റ്റിലേക്കുള്ള ഒരു നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ്. ഓഫീസറിന്റെ കാര്യം പറയുമ്പോൾ അവിടെ വേക്കൻസി എന്തായാലും വളരെ കുറച്ചാണ് വരുന്നത് തന്നെ. മനസ്സിലായി നിങ്ങൾക്ക്? ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇന്ത്യൻ ആർമി, നേവി, അവിടെയൊക്കെ അഗ്നിവീർ വേക്കൻസിയുടെ കാര്യം പറയുമ്പോൾ ഓരോ ARയിലും 550-600 ഒക്കെ വരും. പക്ഷേ ഓഫീസർ പോസ്റ്റിന്റെ ഏതെങ്കിലും നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വരുമ്പോൾ അവിടെ എന്തായാലും വേക്കൻസി വളരെ കുറവായിരിക്കും കേട്ടോ. നിങ്ങൾ ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ പെടുന്നുണ്ടെങ്കിൽ. പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ആണ് ഇവിടെ കാണുന്ന ഫോം ഫിൽ ചെയ്യാനുള്ള. ഇത് ഞാൻ ആൾറെഡി സ്റ്റാർട്ടിംഗിൽ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനിയാണ് എലിജിബിലിറ്റി, അതായത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നിങ്ങൾ ഇവിടെ 2 ക്രൈറ്റീരിയ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ക്രോസ് ചെയ്തിരിക്കണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ +2 നിങ്ങൾക്ക് 60% മാർക്ക് വേണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ MSc, BE, BTech, MTech എന്നിവ പഠിച്ച ഒരു കേഡറ്റ്സ് ആയിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങൾ ലാസ്റ്റ് ഇയറിൽ പഠിക്കുന്ന കേഡറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. ക്ലിയർ? +2 അല്ല ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഗ്രാജുവേഷൻ ആണ് ഇവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ലാസ്റ്റ് ഇയർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ? ഇവിടെ പിന്നെ MCA വിത്ത് BCA, BSc പഠിച്ച കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ ഒരു പോസ്റ്റിലേക്ക്. ഈ ഒരു പോസ്റ്റിലേക്ക് ആവശ്യമായിട്ടുള്ള സെലക്ഷൻ പ്രോസസ് എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ആണ്, ഷോർട്ട് ലിസ്റ്റിംഗ് ഓഫ് ആപ്ലിക്കേഷൻ വിൽ ബി ബേസ്ഡ് ഓൺ നോർമലൈസ്ഡ് മാർക്സ് ഒബ്റ്റൈൻഡ് ബൈ ദ കാൻഡിഡേറ്റ്സ് ഇൻ ദ ക്വാളിഫയിങ് ഡിഗ്രി. അതായത് നിങ്ങൾ ഡിഗ്രിയിൽ എത്ര മാർക്കാണ് സ്കോർ ചെയ്തത് അതനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വരുന്നത്. ആ ഷോർട്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ SSB അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇനി കുട്ടികൾക്കുള്ള ഡൗട്ട് ആയിരിക്കും, ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വന്നു എന്ന് എങ്ങനെയാണ് അറിയാൻ പറ്റുന്നത്? അത് എങ്ങനെയാണ് അറിയുന്നത് അതിനെ കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ കാണാൻ നിങ്ങൾക്ക്. ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് വിൽ ബി ഇൻഫോംഡ് അബൌട്ട് ദെയർ ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ SSB ഇന്റർവ്യൂ ത്രൂ ഇമെയിൽ ഓർ SMS. അതായത് നിങ്ങൾ ഫോം ഫിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ അവിടെ ഫോൺ നമ്പറും കൊടുക്കണം, നിങ്ങൾ നിങ്ങളുടെ മെയിൽ ഐഡിയും കൊടുക്കണം. അതിനകത്ത് എന്താണ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മെയിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് SMS വരുന്നതായിരിക്കും നിങ്ങളുടെ പേര് ഷോർട്ട് ലിസ്റ്റിൽ വന്നു എന്നും പറഞ്ഞ്. അതനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ SSBക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് SSBയുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഷോർട്ട് സർവീസ് കമ്മീഷന്റെ SSBയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ www.joinindiannavy.gov.in നിങ്ങൾ കയറുക. അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഫുൾ SSB ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മെറിറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് വരുന്നത്. മെറിറ്റ് ലിസ്റ്റ് വരുന്നത് നിങ്ങൾ SSBയിൽ എത്ര മാർക്ക് സ്കോർ ചെയ്തു അതനുസരിച്ചിട്ടായിരിക്കും മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത്. ക്ലിയർ? ഫയൽ നിങ്ങൾ റെക്കമെൻഡ് ആവും. അവിടെ SSB കഴിയുമ്പോൾ തന്നെ 5ാമത്തെ ദിവസം നിങ്ങൾ റെക്കമെൻഡഡ് ആയിട്ടെന്ന് അറിയാൻ പറ്റുന്നതായിരിക്കും. ആ റെക്കമെൻഡ് ആയതിനു ശേഷം പിന്നെ മെഡിക്കൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ക്ലിയർ? മെഡിക്കൽ ആയതിനു ശേഷം പിന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും. ആ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് എങ്ങനെയായിരിക്കും, നിങ്ങൾ SSBയിൽ എത്ര മാർക്ക് സ്കോർ ചെയ്ത് അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് എന്താണ് ഈ ഒരു ഷോർട്ട് സർവീസ് കമ്മീഷൻ. അതേപോലെ തന്നെ ഈ ഒരു ഷോർട്ട് സർവീസ് കമ്മീഷൻ എത്ര വർഷത്തേക്കാണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടി വരുന്നത്. ഷോർട്ട് സർവീസ് കമ്മീഷൻ ടോട്ടൽ 10 ഇയർ ആണ്, 10 വർഷത്തേക്കാണ്. അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 വർഷം എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്, 2 ഇയർ ആയിട്ട്. മനസ്സിലായ? ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്നത് 10 വർഷത്തേക്കാണ് ഈ ഒരു സർവീസ് കമ്മീഷന്റെ. അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ 4 വർഷത്തേക്ക് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്, 2 ഇയേഴ്സ് ആയിട്ട്. ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്?
എല്ലാ സെലക്ഷൻ പ്രൊസീജിയറും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെയും ഏജ് ലിമിറ്റ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ അതേ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതേ രീതിയിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും ഇതുപോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് അറിയാൻ ഈ ഒരു ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. വേറൊരു വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.